അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആത്മീയ പാരമ്പര്യ ചികിത്സാലയത്തിലേക്ക് ജാതി മതഭേദമന്യം ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം പരമശിവൻ ദേഹത്ത് കയറുമോ എന്നതാണ്. നമ്മൾ പല മൂർത്തികളും ദേഹത്ത് കയറുന്നത് എല്ലാവർക്കും അറിയാം. ചാത്തൻ, ചേക്കുട്ടി, കരിങ്കുട്ടി, മീൻകുളത്തി, പറങ്കുളത്തി അങ്ങനെയുള്ള മൂർത്തികളൊക്കെ ദേഹത്ത് കയറുന്നത് ഭദ്രകാളി, ചട്ടുളഭദ്രകാളി, ലക്ഷി, നാഗലക്ഷി, രസസ്, ബ്രഹ്മരസസ്, ചാമുണ്ടി, രക്തചാമുണ്ടി, അതുപോലെ മുത്തപ്പൻ, അങ്ങനെയുള്ള കുറേ മൂർത്തികൾ ദേഹത്ത് കയറുമെന്ന് പലവർക്ക് അറിയാവുന്നതാണ്. എന്നാൽ ത്രിമൂർത്തികളിൽ പെട്ട പരമശിവൻ എന്ന് പറയുന്ന ആൾ ദേഹത്ത് കയറുന്നു എന്നാണ്. പല ആൾക്കാർക്കും അങ്ങനെ ദേഹത്ത് കയറി ഇളകി പറയിപ്പിച്ച പരിചയമില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു അറിവില്ല എന്നാണ് എൻ്റെ അറിവ്. എന്നാൽ നമ്മുടെ കയ്യിൽ ഈ പറയുന്ന മൂർത്തി വന്നിട്ടുണ്ട്, നമ്മൾ ഇളക്കി പറയിപ്പിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ മാസങ്ങൾ മുന്നെയാണ് അങ്ങനെ ഒരു സംഭവം നമ്മളതിൽ ഉണ്ടായിട്ടുണ്ട്. പല മൂർത്തികളും ഇളകും. അതുപോലെ തന്നെ നമ്മുടെ മജ്‌ലിസിൽ നമ്മൾ ഏർവാടി ഇബ്രാഹിം ബദീഷപ്പാപ്പാൻ്റെ, അബുദായറുപ്പാപ്പാൻ്റെ, ഏർവാടി ശുഹദാക്കളുടെ, ഭീമാപ്പള്ളി ഉമ്മച്ചാൻ്റെ, മോൻ്റെങ്കലടി മസ്താൻ ഉപ്പാപ്പാൻ്റെ, ആറ്റിങ്കൽ ഉമ്മച്ചാൻ്റെ, അതുപോലെ കുറേ മഹാന്മാരുടെ ഹളറത്താണ് നമ്മുടെ ഹളറത്തിൽ. നമുക്ക് 2 മജ്‌ലിസുണ്ട്. അതിൽ ഒന്ന് വടകരയിലാണ്, അതാണ് ഈ മജ്‌ലിസാണ്. നമുക്ക് മുള്ളൂർക്കര നമ്മുടെ മജ്‌ലിസിൽ നമ്മൾ തന്നെ ഇളക്കി പറയിപ്പിച്ച ഒരു സംഭവമാണ് പരമശിവൻ ദേഹത്ത് കയറിയത്. പല ആൾക്കാരുടെ കയ്യിലും പരമശിവനൊന്നും കിട്ടിയിട്ടില്ല. നമ്മുടെ കയ്യിൽ അൽഹംദുലില്ലാ പരമശിവനും കയ്യിൽ വന്നു. അങ്ങനെ ഓരോ മൂർത്തികളും വന്നിട്ടുണ്ട്, നമ്മൾ ഇളക്കി പറയിപ്പിച്ചിട്ടുണ്ട്. പരമശിവനെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പരമശിവൻ എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ കാഴ്ചപ്പാടിൽ, അവരുടെ വിശ്വാസമനുസരിച്ച് ത്രിമൂർത്തി എന്ന് പറയുന്ന 3 മൂർത്തികളാണ് മെയിൻ അവരുടെ ദൈവങ്ങൾ. ഒന്ന് പരമശിവൻ, ഒന്ന് ബ്രഹ്മാവ്, ഒന്ന് മഹാവിഷ്ണു. ഈ ത്രിമൂർത്തികളിൽ ആരാണ് ഏറ്റവും വലിയ ദൈവം എന്ന് ചോദിച്ചാൽ ഒരു വിഭാഗം ഹിന്ദുക്കൾ പറയുന്നത് പരമശിവനാണ്. പ്രപഞ്ച പിതാവാണ്, പ്രപഞ്ചനാഥനാണ് എന്ന് അവർ എന്താണ് അവർ പറയുന്ന ഒരു ഇതാണ്. ഓരോരുത്തരുടെ വിശ്വാസം അതാണ്. പ്രപഞ്ചനാഥൻ, പ്രപഞ്ച പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന പരമശിവനാണ് ത്രിമൂർത്തികളിലെ ഒരാളാണ്. പരമശിവനാണ് പ്രപഞ്ചനാഥൻ, പ്രപഞ്ച പിതാവ് എന്നവർ വിശേഷിപ്പിക്കപ്പെടുന്നത്, അവർ വിശ്വസിക്കുന്നത് അതാണ് ഏറ്റവും വലിയ ദൈവം എന്നതാണ്. എന്നാൽ ചിലവർക്ക് അഭിപ്രായം അത് ബ്രഹ്മാവാണ് എന്നും ചിലവർക്ക് മഹാവിഷ്ണുവാണ് എന്നും അഭിപ്രായങ്ങളുണ്ട്. ഓരോരുത്തർക്കും ഓരോതാണ്. ഇപ്പോൾ ശിവൻ ആരാധിക്കുന്നത്, ശിവൻ തപസ്സിരിക്കുന്നത് ആരെയാണ് ചിന്തിക്കുന്നത്, ആരെയാണ് ധ്യാനിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് മഹാവിഷ്ണുവിനെയാണ്. നാരായണ നാരായണ എന്നാണ് നാമം ജപിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ മഹാവിഷ്ണുവാണ്. എന്നാൽ മഹാവിഷ്ണു ധ്യാനിക്കുന്നത് പരമശിവനെയാണ്. നമ്മൾ ആവശ്യത്തിലേക്കൊന്നല്ല പോകുന്നത്, അതവരുടെ വിശ്വാസം. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് അവർ വിശ്വസിക്കുന്ന ഈ ത്രിമൂർത്തികളെ സൽമൂർത്തികളായിട്ടാണ് വിശ്വസിക്കുന്നത്. സൽമൂർത്തികളെ, ദുർമൂർത്തികളെ 2 തരത്തിലാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ പല മൂർത്തികളും ഇളകുന്നുണ്ട്. നമ്മൾ പലവരും അഭിചാര കർമ്മങ്ങൾ ചെയ്ത് പല മൂർത്തികളെ പ്രാർത്ഥിച്ച് ഓരോരുത്തർക്ക് വിടുന്നുണ്ട്.
ചാത്തനെ, ചേക്കുട്ടിനെ, ഭദ്രക്കാളിയെ, കരിങ്കുട്ടിയെ, മീൻകുളത്തിയെ, പുറംകുളത്തിയെ, വെള്ളൊട്ടിയെ, അതുപോലെ ലക്ഷി, നാഗലക്ഷി, ബ്രഹ്മരസസ്, ഇങ്ങനെയുള്ള കുറേ മൂർത്തികളെ പ്രാർത്ഥിച്ച് വിടുന്നുണ്ട്. ഓരോരുത്തരെ ദ്രോഹിക്കാൻ വേണ്ടി, നശിപ്പിക്കാൻ വേണ്ടി വിടുന്നുണ്ട്. എന്നാൽ സൽമൂർത്തികളായ സരസ്വതി ദേവി, അതുപോലെ തന്നെ പരമശിവൻ എന്ന് പറയുന്ന മൂർത്തി, ഇതെല്ലാം നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വരും എന്നതാണ് നമുക്ക് പറയാനുള്ളത്. അത് ഓരോരുത്തരുടെ സംശയമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ശിവനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യുന്നത്. എൻ്റെ അടുക്കൽ വന്ന കസ്റ്റമർ 11 വർഷം പഴക്കമുള്ള, പലയിടത്തും പോയി മാറാതെ വന്ന് നമ്മുടെ മജ്‌ലിസിൽ, നമ്മുടെ മുള്ളൂർക്കര എണ്ണംപാറയിലെ നമ്മുടെ മജ്‌ലിസിൽ വന്ന് ഇളക്കി നമ്മൾ പറയിപ്പിച്ചത്. ആ സ്ത്രീയുടെ ദേഹത്ത് 5-6 മൂർത്തികളുണ്ടായിരുന്നു. 6 അതിലേറെ ഉണ്ടായിരുന്നു. പേര് പറഞ്ഞ മൂർത്തികൾ പരമശിവൻ, സരസ്വതി, ഭദ്രകാളി, മുത്തപ്പൻ, കോമരം, ബ്രഹ്മരസസ്, പിന്നെയും കുറേ അവരുടെ കൂടെ പല മൂർത്തികളും ഉണ്ടായിരുന്നു. ഈ മൂർത്തികളൊക്കെ ഇളക്കി പറഞ്ഞപ്പോൾ അവിടെ പരമശിവൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. പരമശിവൻ ഇളകി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, പരമശിവനെ പ്രാർത്ഥിച്ചു വിട്ടതാണ്, പാമ്പിനെ കൊണ്ട് കൊത്തിച്ചു കൊല്ലാനായിരുന്നു എന്നാണ്. ഞെട്ടിപ്പിക്കുന്നൊരു സംഭവമാണ്. ആ ഇളകിയ സമയത്ത് നമ്മൾ ചോദിച്ചു, പരമശിവൻ സൽമൂർത്തിയല്ലേ, ഇവിടെ നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ വന്നത്? ദുർമൂർത്തിയുടെ ഇടയിൽ നിങ്ങളെങ്ങനെയാണ് വന്നത്? നിങ്ങൾ സൽമൂർത്തിയല്ലേ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ പോകുമോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവിടുന്ന് ഉത്തരം നൽകിയത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ സൽമൂർത്തി തന്നെയാണ്, ഞാൻ ചെയ്യുന്നതല്ല, പക്ഷേ എന്നെ പ്രാർത്ഥിച്ചു വിട്ടതാണ്, എന്നെ പാമ്പിനെ കൊണ്ട് കൊത്തിച്ചു കൊല്ലാനാണ് വിട്ടത് എന്നാണ് അവിടുന്ന് പറയേണ്ടായത്. അപ്പോൾ ദേഹത്ത് പരമശിവൻ കയറുമെന്നും ഇളകുമെന്നും, അതുപോലെ പ്രാർത്ഥിച്ചു വിട്ട് കഴിഞ്ഞാൽ പരമശിവനും പോകുമെന്നും നമുക്ക് തെളിവുണ്ട് എന്നതാണ് നമ്മൾ പറഞ്ഞു വന്നത്. പാമ്പിനെ കൊണ്ട് കൊത്തിച്ചു കൊല്ലാൻ. ആ സ്ത്രീനെ തന്നെ ബ്രഹ്മരസസ്സും അതിൻ്റെ ദേഹത്ത് ഉണ്ടായിരുന്നു. ബ്രഹ്മരസസ് പറഞ്ഞത് അതിനെ നീരാക്കി അങ്ങനെ കിടപ്പാക്കി അതിനെ കൊല്ലണം എന്നാണ്. അതിൻ്റെ ദേഹത്ത് തന്നെയാണ് പല മൂർത്തികളും. ഒറ്റ ക്ഷേത്രത്തിൽ നിന്നാണ് ഈ കുറേ മൂർത്തികൾ, ഈ ഞാൻ പറഞ്ഞ 5-6 ആളും അതിൻ്റെ കൂടെ വേറെ മൂർത്തികളൊക്കെ ഉണ്ട് അങ്ങനെ വിട്ടത്. ക്ഷേത്രത്തിൻ്റെ പേര് നമുക്ക് ഓർമ്മയുണ്ട്, നമ്മളിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ വ്യക്തിയുടെ സ്ഥലപ്പേരും നമുക്കറിയാം, ആ വ്യക്തിയുടെ പേരും നമുക്കറിയാം, വിട്ടാളുടെ പേരും നമുക്കറിയാം, ഇളകിയുള്ള പേരും ഇളകിയ ഫാമിലിയും ഒക്കെ നമുക്കറിയാം. അത് നമുക്കിവിടെ പറയാൻ നിർവാഹമില്ല. കാരണം അതവരുടെ സ്വകാര്യതകളാണ്. നമ്മൾ ചെയ്യുന്ന ചികിത്സകളിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ നമ്മളിവിടെ വെളിവാക്കുന്നു. അത് അറിയാത്തവർക്ക് വേണ്ടി നമ്മൾ അറിയാൻ വേണ്ടി നമ്മൾ പറയുന്നു എന്ന് മാത്രമാണ്. അതല്ലാതെ നമ്മുടെ അടുക്കൽ വരുന്ന കസ്റ്റമറിൻ്റെ പേരോ അവരുടെ അഡ്രസ്സോ നമ്മൾ വെളിപ്പെടുത്തുന്നത് ശരിയല്ല. നമ്മൾ അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ പരമശിവൻ എന്ന് പറയുന്ന സൽമൂർത്തിയായ ത്രിമൂർത്തികളിൽപ്പെട്ട പ്രപഞ്ചനാഥൻ, പ്രപഞ്ച പിതാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന പരമശിവനും ദേഹത്ത് കയറും എന്നതാണ് നമുക്ക് പറയാനുള്ളത്. അറിയാത്തവർക്ക് വേണ്ടി നമ്മൾ അറിയിക്കുന്നു, നമ്മൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നു എന്ന് മാത്രം. പലർക്കും പല സംശയങ്ങളുണ്ടാവും. സൽമൂർത്തികൾ കയറുമോ, ദുർമൂർത്തികളുടെ വായിൽ പ്രവർത്തിക്കുക എന്നൊക്കെ. അപ്പോൾ സൽമൂർത്തിയാണെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളാണ് സരസ്വതി ദേവി. അവിടെ കയറിയിട്ടുണ്ട്, ഇതും കയറിയിട്ടുണ്ട്, പരമശിവനും കയറിയിട്ടുണ്ട്. എല്ലാം സൽമൂർത്തിയും ദുർമൂർത്തിയും ഒക്കെ കയറുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവാൻ കഴിയുന്നത്. നമ്മൾ ചെയ്ത ചികിത്സൻ്റെ അടിസ്ഥാനത്തിൽ
സ്വന്തം അനുഭവത്തിൽ വെച്ചിട്ടുള്ളതാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അതല്ലാതെ ഒരു മതത്തിനെ നമ്മൾ നിഷേധിക്കുന്നില്ല, അപമാനിക്കുന്നില്ല, നമ്മൾ കളിയാക്കുന്നില്ല, നമ്മളൊരു മതത്തിനെയും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചികിത്സ ചെയ്ത അനുഭവങ്ങൾ നമ്മൾ പങ്കുവെക്കുന്നു. ഏതെല്ലാം മൂർത്തിയിൽ കയറും, എങ്ങനെയൊക്കെയാണ് കയറിയ പ്രവർത്തിക്കുക എന്നതൊക്കെയുള്ള നമ്മുടെ അനുഭവമാണ് നമ്മൾ പറയുന്നത്. അതല്ലാതെ ആരെയും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. നമ്മളിപ്പോൾ ഇളകിയാലും മറ്റുള്ള മൂർത്തികൾ വന്നാലും നമ്മൾ വലിയ ആളായിട്ട് അവരെ എതിർക്കുകയും വടിയെടുത്തിട്ട് തല്ലുകയും അതൊന്നും നമ്മൾ ചെയ്യാറില്ല. നമ്മൾ മാന്യമായിട്ട് അവരോട് ചോദിച്ച് അവരെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ സ്വാമി പറയും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പരമേശ്വരനോട് നമ്മൾ സംസാരിച്ചത്. അതെന്താ വെച്ചാൽ നമ്മുടെ മാന്യതയാണത്. നമ്മൾ അവഗണിക്കുകയല്ല. അവർക്ക് അവരുടേതായ കഴിവുണ്ട്, നമുക്ക് നമ്മുടേതായ കഴിവുണ്ട്. നമ്മുടെ കഴിവ് അവർക്കും അറിയാം, അവരുടെ കഴിവ് നമുക്കും അറിയാം. അവിടെ ബലാബലത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ അവരെ ഡ്യൂട്ടി അവർ ചെയ്യുന്നു, നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്യുന്നു, ഇത്ര മാത്രം. അപ്പോൾ അങ്ങനെ കയറുമെന്ന് നമ്മുടെ ഒരു അനുഭവത്തിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരുടെ സംശയങ്ങളാണ് സൽമൂർത്തി കയറുമോ എന്ന് അതിനെ കുറിച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തു എന്ന് മാത്രം. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നമ്മളെ വിളിക്കേണ്ട നമ്പർ, നമ്മളെ ബന്ധപ്പെടേണ്ട നമ്പർ 95 62 23 41 28 എന്ന നമ്പറാണ്. വാട്സപ്പ് നമ്പറും ഗൂഗിൾ പേ നമ്പറും എല്ലാ നമ്പറും അത് തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക. നമ്മൾ വടകര പുതിയ സ്റ്റാൻഡിൻ്റെ അടുത്തായി രാമനാട് നാരായണ നഗറിൽ നമ്മളുണ്ട്. പിന്നെ മുള്ളൂർക്കര തൃശ്ശൂർ ജില്ലയിൽ ഷൊർണൂരടുത്ത് മുള്ളൂർക്കരയിലും നമ്മളുണ്ട്. 2 സ്ഥലത്തുണ്ട്. ഒരിക്കലും ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.